നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാച്ചാജിയുടെ ഓർമ്മയിൽ ശിശുദിനാഘോഷം. വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ശിശുദിന റാലികളും. കുഞ്ഞിമംഗലത്ത് നിന്നും കാണാതായ വിദ്യയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെ പുളിയക്കോട്ട് പുഴയിലാണ് അഴുകിയ കണ്ടത്. സ്വകാര്യ ബസ്സുകളിൽ പോലീസുകാർക്ക് ഇനി സൗജന്യ യാത്രയില്ല. ചൊവ്വാഴ്ച മുതൽ സൗജന്യ യാത്ര ഒഴിവാക്കാൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. നവംബർ 14 ആഗോള പ്രമേഹ ദിനം. ആരോഗ്യകരമായ ഭാവിയെ ഓർമ്മിപ്പിച്ച് ബോധവൽക്കരണ പരിപാടികൾ. രാജഗിരിയിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ചാച്ചാജിയുടെ ഓർമ്മയിൽ ശിശുദിനാഘോഷം. റാലികൾ നടത്തിയും വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ മത്സരങ്ങൾ ഒരുക്കിയുമാണ് അംഗൻവാടി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശിശുദിനാഘോഷം നടന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കുട്ടികളോടൊത്ത് ചിരിച്ചു കഴിയാനും കഥകൾ പറയാനും തനിക്ക് ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിച്ചു വരുന്നത്. നവംബർ 14 ശിശുദിനം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. പയ്യന്നൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ ശിശുദിനാഘോഷം നടന്നു. ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ചാച്ചാജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അത്തായി പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാറമേൽ അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുട്ടികൾ ചാച്ചാജിയുടെ വേഷം ധരിച്ചാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. അന്നൂർ കോളനി അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കാങ്കുലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വടശ്ശേരി ശിശുമന്ദിരത്തിൽ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കാഞ്ചന ഉദ്ഘാടനം ചെയ്തു. ശിശുമന്ദിരം ടീച്ചർ VV യശോദ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പായസദാനവും ഉണ്ടായിരുന്നു. പ്രാന്തൻചാല അംഗൻവാടിയുടെ ശിശുദിനാഘോഷം AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ നടന്നു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അംഗം P പങ്കജാക്ഷിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. KP ഗീത, K മനുരാജ്, P അനീഷ്, അശ്വിൻ K, സൃജന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ 127ാം ജന്മദിനത്തിൽ വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ SPC കാഡറ്റുകൾ അംഗൻവാടി കുട്ടികൾക്കായി മധുരപലഹാര വിതരണവും കുട്ടികൾ സ്കൂളിൽ കൃഷി ചെയ്ത വെണ്ട, പയർ എന്നിവ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി നൽകുകയും ചെയ്തു. അംഗൻവാടി കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ചീമേനി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീധരൻ മുള്ളേരിയ ശിശുദിന സന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ PK ഭരതൻ, സൂപ്രണ്ട് A വേണു, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ P രാജീവൻ, TC ബിജു, K കാസിം, അംഗൻവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. കടന്നപ്പള്ളി അംഗൻവാടിയിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ശിശുദിനത്തിന്റെ ഭാഗമായി റാലിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളും രക്ഷിതാക്കളും അടങ്ങിയ റാലിയിൽ നിരവധി പേർ അണിനിരന്നു. KC അജിത, KP തങ്കമണി, രക്ഷിതാക്കളായ ഷബ്ന, ലിഷ, സുഭാഷ്, സജിത തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. കണ്ടങ്ങാളി 117ാം നമ്പർ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിയുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ശിശുദിന റാലി നടത്തി. കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നെഹ്റു അനുസ്മരണം സംഘടിപ്പിച്ചു. സ്കൂളിലൊരുക്കിയ ഛായാചിത്രത്തിൽ കുട്ടികൾ പുഷ്പാർച്ചന നടത്തുകയും അറിവുമരത്തിൽ നെഹ്റുവിന്റെ സവിശേഷതകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പ്രധാനാധ്യാപകൻ MP രാഘവൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് VM ബാബുരാജ്, സ്കൂൾ ലീഡർ മുഫീദ K, അമാന, നാജിയ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ നെഹ്റു ഗീതങ്ങളും മറ്റു കലാപരിപാടികളും അവതരിപ്പിച്ചു. ഇടയിലക്കാട് ALP സ്കൂൾ പ്രധാനാധ്യാപകൻ A അനിൽകുമാർ ശിശുദിന സന്ദേശം നൽകി. തൃക്കരിപ്പൂർ IT മാതൃകാ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം ശിശുദിന റാലിയോടെ നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ITയിൽ നിന്നും അംഗൻവാടിയിലേക്ക് നടന്ന റാലി കുട്ടികളെ കൂടാതെ അധ്യാപികമാരും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരന്നു. കുട്ടികൾ അംഗൻവാടിയിലെത്തിയതോടെ പായസ വിതരണവും നടന്നു. IT വാർഡ് മെമ്പർ KV തസീറ പായസ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടി ടീച്ചർ പ്രസീത നേതൃത്വം നൽകി. ചെറുകാനം അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു. കുട്ടികളും ടീച്ചറും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ റാലിയിൽ അണിനിരന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം വേറിട്ടതായി. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ നിന്നായി 7 കുട്ടികളെ നെഹ്റുവായി അണിഞ്ഞൊരുക്കി ശിശുദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. ഓരോ ക്ലാസ് അധ്യാപികയും തങ്ങളുടെ കുട്ടികൾക്കായി വ്യക്തിപരമായി ഉപയോഗിക്കാവുന്ന സമ്മാനവും സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ വലിയ ആശംസാ കാർഡും കൈമാറി. അധ്യാപകരുടെ വകയായി
കലാപരിപാടികളും അവതരിപ്പിച്ചു. എല്ലാ കുട്ടികളും അധ്യാപകരുടെ വക മധുരവും നൽകി. തുടർന്ന് സ്കൂളിന്റെ നേതൃത്വത്തിൽ പാൽപായസ വിതരണവും നടന്നു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടി മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. താവം അംഗൻവാടി, താവം ദേവിവിലാസം സ്കൂൾ, പള്ളിക്കര ADLP സ്കൂൾ, വിളയാങ്കോട് സെന്റ് മേരീസ് സ്കൂൾ എന്നിവിടങ്ങളിൽ ഘോഷയാത്രയും കലാപരിപാടികളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കുഞ്ഞിമംഗലത്തു നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. അന്നൂർ സ്വദേശിനി P വിദ്യയുടെ മൃതദേഹമാണ് കുഞ്ഞിമംഗലം പുളിയക്കോട്ട് പുഴയിൽ നിന്നും തിങ്കളാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. കുഞ്ഞിമംഗലം തെക്കുംപാട്ടെ സുരേഷ് ബാബുവിന്റെ ഭാര്യയും അന്നൂരിലെ മുണ്ടയാട്ട് കുഞ്ഞികൃഷ്ണന്റെ മകളുമാണ് വിദ്യ. കഴിഞ്ഞ ഒക്ടോബർ 3 മുതലാണ് വിദ്യയെ കാണാതായത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അംഗൻവാടിയിൽ പോകുന്നുവെന്ന് പറഞ്ഞ് പുറപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ 45 ദിവസമായി വിദ്യയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസും ബന്ധുക്കളും നടത്തിവരികയായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം അന്നൂരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇതിനിടെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ കുഞ്ഞിമംഗലം പുളിയക്കോട്ട് പുഴയിൽ നിന്നും വിദ്യയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പരിസരവാസികളായിരുന്നു മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് പ്രദേശത്തുകാരെയും പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹം അഴുകി പുഴുവരിച്ച നിലയിലായിരുന്നു. കാണാതാവുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം നോക്കിയാണ് മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. മൃതദേഹം കണ്ടെത്തിയതറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് കുഞ്ഞിമംഗലം പുളിയക്കോട്ട് പുഴക്ക് സമീപത്തേക്ക് എത്തിച്ചേർന്നത്. പയ്യന്നൂർ SI ബിനോയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടത്തി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി. ചെറുപുഴയിൽ നോട്ടുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. 500, 1000 രൂപയുടെ നോട്ടുകളാണ് പൊന്നംവയൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപം നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊന്നംവയലിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപമാണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം 1000 രൂപയുടെ നോട്ടുകൾ മുറിച്ച് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കള്ളനോട്ടാവാനും സാധ്യതയുള്ളതായി പോലീസ് പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പുളിങ്ങോം രാജഗിരിയിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ ഒരു കുടുംബത്തിലെ 3 പേർക്കും ഒരു LKG വിദ്യാർത്ഥിക്കുമാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. ചെറുപുഴയിൽ നിന്ന് രാജഗിരിയിലേക്ക് കുട്ടികളുമായി പോവുകയായിരുന്ന കുഞ്ഞിക്കളം ആർക്കേഞ്ചൽസ് ബസ്സും രാജഗിരിയിൽ നിന്നും പുളിങ്ങോത്തേക്ക് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന ഉദയഗിരി തോമ്പാറ ജിസ്മൈക്കിൾ, ഭാര്യ ഡോണ, മാതാവ് എൽസമ്മ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിലും സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന LKG വിദ്യാർത്ഥി നീലാഞ്ജനയെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ഡോണയുടെ നില ഗുരുതരമായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. 1000, 500 നോട്ടുകൾ റദ്ദാക്കിയതോടെ ദുരിതം പേറുന്നത് കൂലിത്തൊഴിലാളികളാണ്. ബീഡി തൊഴിലാളികൾ വേതനം കിട്ടാതെ വലയുകയാണ്. 600ഉം 800ഉം രൂപയാണ് ആഴ്ചയിൽ മിക്കവർക്കും കൂലി കിട്ടുന്നത്. ബാങ്കിൽ നിന്ന് കിട്ടുന്നത് തന്നെ കൂലി കൊടുക്കാൻ തികയൊന്നുമില്ല. 100 രൂപയുടെയും 50 രൂപയുടെയും നോട്ടുകൾ ഇല്ലാത്തതിനാൽ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുക എന്നാണ് ഇവരുടെ ആശങ്ക. തൊഴിലാളികളുടെ കൂലിക്ക് പുറമെ മറ്റുള്ള ചെലവുകൾ കൂടി നടത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ പണം കിട്ടുന്നില്ലെന്നാണ് തൊഴിലാളികൾ കൂട്ടത്തോടെ പറയുന്നത്. അമ്മയുടെ രാവിലോട്ട് വൈകുന്നേരം വരെ ഇരുന്നാലേ നമുക്ക് തുച്ഛമായ കൂലിയെ കിട്ടുന്നില്ലൂ. അപ്പം നമുക്ക് ബാങ്കിലൊന്നും പോയിട്ട് ക്യൂ നിന്നിട്ട് പൈസ വാങ്ങേണ്ട അവസ്ഥയിൽ നമുക്കാവില്ല. നമുക്ക് വൈകുന്നേരം വരെ പണിയെടുക്കണം, ഇവിടെ ഇരുന്നിട്ട് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ. അപ്പം നമ്മളെ പോലത്തവർക്ക് ഭയങ്കര കഷ്ടമാണ് ഇത്. പൈസ ഇല്ലവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതന്നെ പറയാനുള്ളൂ. 50 ദിവസത്തിന് പൈസ കാത്തിക്കാൻ ഞങ്ങൾ എങ്ങനെ ജീവിക്കേണ്ടത്? നമുക്ക് ഈ പണിയെടുത്താലേ ഇല്ല, വേറെ വരുമാനമൊന്നുമില്ല. നമ്മളെ പണീൻ്റെ വീടിപ്പണിക്ക് എത്ര പേരെ കിട്ടുന്നു എല്ലാവർക്കും അറിയുന്നല്ലേ. നമ്മ അടക്കം കിട്ടിയെങ്കിലേ ഇല്ലു. അരി വാങ്ങാനായാലും ഇപ്പം റേഷൻ കടയിലാകുമ്പം എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ. ഇവിടെയെന്ന് കടക്കാർ കടയിൽ പോയി സാധനം വാങ്ങാൻ കാശില്ല. ഇനി ഈ ആഴ്ച കൂലിയില്ല, ഇനി വരുന്ന ആഴ്ചക്ക് ബാങ്കിന്റെ സ്ഥിതി എന്നാണെന്ന് അറിയുകയും ചെയ്യും. 500 രൂപയുടെ പുതിയ നോട്ടുകളും ATM-ൽ കിട്ടുമെന്നായിരുന്നു അധികൃതരുടെ പ്രഖ്യാപനം. എന്നാൽ പലയിടത്തും ATM-കൾ പ്രവർത്തിക്കുന്നു പോലുമില്ല. ബാങ്കുകളിലാണെങ്കിൽ 500 പോയിട്ട് 100ന്റെയും 50ന്റെയും രൂപ കിട്ടാനില്ലാത്ത അവസ്ഥയിലുമാണ്. നോട്ടിന്റെ പ്രശ്നം ബീഡി തൊഴിലാളികളെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്ത് കേസരി നായനാരെ അനുസ്മരിച്ച് വിദ്യാർത്ഥികൾ. മലയാള ഭാഷാ പാഠശാല പയ്യന്നൂരിന്റെ സഹകരണത്തോടെ മാതമംഗലം ആദർശ സ്കൂൾ കേസരി നായനാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി പ്രഥമ വാസനാവികൃതി സ്മൃതി പുരസ്കാര സമർപ്പണവും നടന്നു. പാണപ്പുഴ കേസരി വേങ്ങയിൽ നായനാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ആദർശ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളുടെ 125 സൃഷ്ടികളുടെ സമർപ്പണവും നടന്നു.
പരിയാരം സഹകരണ ഹൃദയാലയം സൂപ്രണ്ട് ഡോക്ടർ MS അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വഭാവ രൂപീകരണത്തിനും സമൂഹത്തിൽ രാഷ്ട്രത്തിനും ഈ ശുദ്ധീകരണത്തിനും നമ്മുടെ സാഹിത്യവാസന കൃതി ഇങ്ങനത്തെ ഒരുപാട് സംഭാവന നൽകുന്നുണ്ട്. നമ്മൾ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മുടെ ഡിഗ്രിക്ക് യാതൊരു പ്രാധാന്യമില്ല. പക്ഷെ ഇങ്ങനത്തെ കൃതികളും സാഹിത്യവാസനയുടെ മാത്രമാണ് സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാവുന്നത്. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ ചടങ്ങിന് നേതൃത്വം നൽകി. വേങ്ങിയിൽ തറവാട്ടംഗം ഇന്ദിരാമ, മാതമംഗലം ആദർശ സ്കൂൾ പ്രിൻസിപ്പൽ ഉമാവതി TM, അർച്ചന ബാബുരാജ്, ദാസൻ MK, ദിനേശൻ മറുവൻസ്, MB രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് മാതമംഗലം താജ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേസരി വേങ്ങയിൽ നായനാർ അനുസ്മരണം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ജയരാജ് മാതമംഗലം അധ്യക്ഷത വഹിച്ചു. KV പ്രകാശൻ സ്വാഗതം ആശംസിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ K സുധാകരൻ വിശിഷ്ടാതിഥിയായി. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ അനുസ്മരണവും സ്നേഹസംഗമവും അവാർഡ്ദാനവും നിർവഹിച്ചു. പ്രഥമ വാസനാവികൃതി സ്മൃതി പുരസ്കാര ജേതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ശ്യാംകൃഷ്ണൻ അവാർഡ് ഏറ്റുവാങ്ങി. തുടർന്ന് അജേഷ് കടന്നപ്പള്ളി മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതിയെക്കുറിച്ച് അവതരണം നടത്തി. കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകളിൽ പോലീസുകാരുടെ സൗജന്യ യാത്ര നിർത്തലാക്കി. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തീരുമാനം. നവംബർ 15 ചൊവ്വാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് പോലീസ് എന്ന ലേബലിൽ സൗജന്യ യാത്ര നടത്തുന്നത് എന്നാണ് ബസ് ഉടമകളുടെ ആരോപണം. ഇത് തങ്ങൾക്ക് വൻ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കുന്നുണ്ടെന്നും ഇവർ വാദിക്കുന്നു. യാതൊരു രേഖയുമില്ലാതെ PC എന്ന് മാത്രം പറഞ്ഞ് ചിലർ ടിക്കറ്റ് എടുക്കാതെ രക്ഷപ്പെടുകയാണെന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർക്കുള്ള സൗജന്യയാത്ര നിർത്തലാക്കാൻ തീരുമാനമായത്. പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർ, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ഇവർക്കാർക്കും തന്നെ ജില്ലയിൽ സൗജന്യയാത്ര അനുവദിക്കില്ല. നവംബർ 15 ചൊവ്വാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കണ്ണൂരിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് തീരുമാനം അറിയിച്ചത്. നവംബർ 14 ആഗോള പ്രമേഹ ദിനം. മാറിവരുന്ന ജീവിത രീതികളിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പ്രമേഹ ദിനം കടന്നുപോകുന്നത്. ആരോഗ്യ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ പ്രമേഹ ദിനം നടന്നു. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. പുത്തൻ ജീവിതശൈലിയും ഭക്ഷണക്രമവും മൂലം ലോകത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം ദിനപ്രതി വർദ്ധിക്കുന്നതിനിടയിലാണ് പ്രമേഹ ദിനം കടന്നുവരുന്നത്. ഇൻസുലിന്റെ കുറവ് മൂലമോ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതാണ് പ്രമേഹത്തിന്റെ അടിസ്ഥാന കാരണം. പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു. പരിപാടി മാത്തിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ K സുരേന്ദ്രൻ, നിഷ PV, ഗംഗാധരൻ, PK അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഗോള പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമേഹ നടത്തം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ ഷൈജു, PTA പ്രസിഡന്റ് PV ഗംഗാധരൻ, ബിജു, കുഞ്ഞിക്കോരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രമേഹ ബോധവൽക്കരണവും സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ക്യാമ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ലക്ഷ്മിക്കുട്ടി ടീച്ചർ നിർവഹിച്ചു. വാർഡ് മെമ്പർ PP സിന്ധു അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു, M ദേവസ്യ, ശ്രീനിവാസൻ KV, സെലിൻ, ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. തായ്നേരി SABTM NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രമേഹ നടത്തം 2016 സംഘടിപ്പിച്ചു. തായ്നേരി മുതൽ പയ്യന്നൂർ വരെയാണ് പ്രമേഹ നടത്തം സംഘടിപ്പിച്ചത്. 100-ലധികം NSS വളണ്ടിയർമാരും ജൂനിയർ റെഡ് ക്രോസ് വളണ്ടിയർമാരും റാലിയിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ T റമീസ്, JRC പ്രോഗ്രാം ഓഫീസർ മധു മാസ്റ്റർ, അധ്യാപകരായ ഹാഫിസ, അസ്ലം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. സർവശിക്ഷാ അഭിയാൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാതൃഭാഷാ പക്ഷാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല സമാപനവും സെമിനാറും ചന്ദേര BRCയിൽ നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു.
മലയാള തനിമ വിളിച്ചോതുന്ന സ്വാഗതഗാന ചുവടുകളോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന മാതൃഭാഷാ പക്ഷാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല സമാപനവും സെമിനാറും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. ആ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വതന്ത്രമായിട്ടുള്ള അവകാശങ്ങൾ വേണം. അപ്പോൾ ഇത്തരത്തിൽ സെമിനാറിൽ പൊതുവിദ്യാഭ്യാസവും ഭാവി കേരളവും എന്ന വിഷയത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി T ഗംഗാധരൻ, മലയാളമാണെന്റെ ഭാഷ എന്ന വിഷയത്തിൽ CM വിനയചന്ദ്രൻ എന്നിവർ വിഷയാവതരണം നടത്തി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ ദൃശ്യശ്രാവ്യ പ്രശ്നോത്തരി വിജയികൾക്ക് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ സമ്മാനദാനം നടത്തി. ഡോക്ടർ MV ഗംഗാധരൻ അധ്യക്ഷനായി. രാജൻ മാസ്റ്റർ, MP രാഘവൻ മാസ്റ്റർ, വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാടായിപ്പാറയിൽ തീപിടുത്തം, 5 ഏക്കറോളം പുൽമേടുകൾ കത്തിനശിച്ചു. മാടായിപ്പാറയിലെ ജൂതക്കുളത്തിന് സമീപമാണ് തീ പടർന്നത്. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ വൈകുന്നേരം 6 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തിച്ചാമ്പലായി. പുൽമേടുകൾക്കൊപ്പം പാറയിലെ സസ്യജന്തു വൈവിധ്യങ്ങളും ചാമ്പലായി. പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ജലോത്സവത്തിൽ AKG പടോത്തുരുത്തി ചാമ്പ്യന്മാരായി. PK ശ്രീമതി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. തെക്കൻ ജില്ലകളിൽ കാണുന്നത് പോലുള്ള വളരെ നല്ല ആകർഷകമായ ജലോത്സവം സംഘടിപ്പിക്കുന്നതിനെ തുഴയും മത്സരത്തിലെ പ്രാഥമിക അങ്ങോട്ട് നോക്കിക്കേ പുന്നമടയും ആനത്തങ്ങാടിയും ചമ്പക്കുളവും കരുവാറ്റായും AKG പടോത്തുരുത്തി ചരിത്രമുള്ള വള്ളമാ. AKGയുടെ നാമധേയത്തിൽ അങ്ങനെ കുതിക്കുകയാ. ചരിത്രം കുറിക്കുന്ന AKG പടോത്തുരുത്തി 1, 2, 3 ഇതാ AKG പടോത്തുരുത്തി ഫിനിഷിംഗ് കടന്നു. സംസ്കൃതി മാടായി പഴയങ്ങാടി പുഴയിൽ സംഘടിപ്പിച്ച 3ാമത് ഉത്തര കേരള ജലോത്സവം 2 വിഭാഗത്തിലും AKG പടോത്തുരുത്തി ചാമ്പ്യന്മാരായി. 25-15 പേർ വീതം തുഴയുന്ന മത്സരങ്ങളാണ് നടന്നത്. 25 പേർ തുഴയുന്ന മത്സരത്തിൽ ന്യൂ ബ്രദേഴ്സ് മയിച്ചയും 15 പേരുടെ മത്സരത്തിൽ AKG മയിച്ചയും റണ്ണറപ്പായി. ഫൈനൽ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരവെള്ളം മറിഞ്ഞത് ജനങ്ങളിൽ ഏറെ പരിഭ്രാന്തി ഉണ്ടാക്കി. സംഘാടകരുടെയും ഫയർഫോഴ്സിന്റെയും തക്ക സമയത്തുള്ള ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ടീമംഗങ്ങൾ സമയക്രമം പാലിക്കാത്തതിനാൽ ഫൈനൽ മത്സരം നടക്കുമ്പോൾ ഏറെ വൈകിയിരുന്നു. ഇത് ജലോത്സവത്തിന് മങ്ങലേൽപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നാടൻപാട്ട്, സ്വാലിഹ റഫീഖിന്റെ കയാക്കിംഗ് എന്നിവയും നടന്നു. മത്സര വിജയികൾക്ക് OV നാരായണൻ ഉപഹാരം നൽകി. TV രാജേഷ് MLA, സജി വർഗീസ്, PP ദാമോദരൻ, PP രവീന്ദ്രൻ, V വിനോദ് എന്നിവർ സംബന്ധിച്ചു. മാടായി ജലോത്സവത്തിൽ ഇക്കുറിയും വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എതിർത്തവരെ കൂട്ടുപിടിച്ച് നെൽകൃഷി. നെൽപ്പാടം തരിച്ചിടുന്നത് ആലോചിക്കാനാവില്ലെന്ന് കർഷകയും പാടമുടമയുമായ ചെറുകാനത്തെ ഓമന. കഴിഞ്ഞ തവണ വിളമൂരാൻ അന്യദേശ തൊഴിലാളികളെ വിളിച്ചതിനെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എതിർത്തിരുന്നു. ഇതേ തുടർന്നാണ് ഓമന തൊഴിലുറപ്പുകാരെ കൂട്ടി കൃഷി ഇറക്കിയത്. തൃക്കരിപ്പൂർ ചെറുകാനം ചെറുകൈപ്പാടത്താണ് പാടമുടമ AV ഓമനയും തൊഴിലുറപ്പ് തൊഴിലാളികളും ഇക്കഴിഞ്ഞ വിളവെടുപ്പ് സമയത്ത് കൊയ്ത്തിന് ആളെ കിട്ടാതായതോടെ വിള നശിക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഓമന അന്യദേശ തൊഴിലാളികളെ വെച്ച് കൊയ്തു തുടങ്ങിയത്. ഇതിനെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എതിർക്കുകയും തങ്ങളെ കൊയ്യാൻ വിളിച്ചിരുന്നില്ലെന്ന് പരാതിപ്പെട്ടതുമായ പ്രശ്നം മാധ്യമ വാർത്തയായതാണ്. മേലിലും തർക്കം വരാതിരിക്കാനാണ് കൂട്ടുകൃഷി സമ്പ്രദായത്തിലൂടെ പ്രശ്നപരിഹാരമായത്. നമ്മൾ തൊഴിലുറപ്പ് നിർത്തിയിട്ട് ഇവർക്ക് മൂരാൻ ഞങ്ങൾ വന്നു. ഞങ്ങളെ മേറ്റ് പറഞ്ഞു നിങ്ങൾ എന്തായാലും പോകണം, അവിടെ ഇന്ത്യക്കാർ വന്നിട്ട് മൂരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങ് അവർക്ക് കൊടുത്തുകൂടാ, നിങ്ങൾ എന്തായാലും പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങൾ ഉണ്ടായിട്ട് ഈ സംഭവത്തിന് നമ്മൾ എവിടെയും നാട്ടിക്കാൻ പോയി. നാട്ടിക്ക് വന്ന് പിറ്റേന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്ന പോലെ ഓമനട്ടിക്ക് മൂരാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂരാൻ പോന്നു. അന്നേരം ഇവർ പറഞ്ഞു ഇനി ഞങ്ങൾ കൃഷിയാക്കുന്നില്ല, നിങ്ങൾ കൂടുമെങ്കിൽ ഞങ്ങൾ കൃഷിയാക്കാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂടാ, നിങ്ങൾ കൃഷിയാക്കിക്കോ പറഞ്ഞ് ഞങ്ങൾ 6 ആളൊത്തിട്ട് ഒരുമയായിട്ട് തൊഴിലാളിയായിട്ട് എടുക്കുന്നു ഇവരെ കൃഷി. ഉഴുതുമറിച്ച ചെറുകാനത്തെ ഒരേക്കർ വയലിൽ ഓമനയെ കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികളായ VV തമ്പായി, P ലക്ഷ്മി, P സാവിത്രി, TP ലക്ഷ്മി, VV ലീല എന്നിവരാണ് കൂട്ടുകൃഷിയിൽ മുഴുകിയിരിക്കുന്നത്. ഞാറുനടിൽ പ്രവൃത്തി തകൃതിയായി നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പത്രദിനത്തിന്റെ ഭാഗമായി മാടായി ഗ്രാമപഞ്ചായത്ത് വാസ്തവം 2016 സംഘടിപ്പിച്ചു. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു.
നമ്മൾ ലോകത്തെ അറിയുക, മനുഷ്യരെ കുറിച്ച് അറിയാൻ, അന്നത്തെ ആ ദിവസത്തിലുള്ള വാർത്തകൾ നമ്മൾ അറിയുക. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. രാവിലെ പത്രം കിട്ടിയിട്ടെങ്കിൽ വരാത്തൊരു വിഷമമാണ്. പക്ഷെ പത്രങ്ങൾ തന്നെ ഇപ്പം ഭിന്നമായ രീതിയിലാണ് വാർത്ത സൃഷ്ടിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ നമ്മൾ വല്ലാതെ അമ്പരപ്പിക്കും. കാര്യം ഒരു പത്രത്തിൽ കണ്ടതല്ല മറ്റൊരു പത്രം. പത്രദിനത്തിന്റെ ഭാഗമായി മാടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാടായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വാസ്തവം 2016 ഏറെ ശ്രദ്ധേയമായി. ജില്ലാ പഞ്ചായത്ത് അംഗം അൻസാരി തില്ലങ്കേരി പഴയങ്ങാടിയിലെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ അധ്യക്ഷത വഹിച്ചു. M പവിത്രൻ, B അബ്ദുൽ ഫത്താഹ്, PM ഹനീഫ്, PV പവിത്രൻ, സുധീർ വെങ്ങര, മഹമ്മൂദ് വാടിക്കൽ, പ്രകാശൻ CP, പൊങ്കാരൻ ബാലകൃഷ്ണൻ, സതീശൻ വെങ്ങര, ശ്രീനിവാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജീവനക്കാർ അവധിയിൽ. ചെറുപുഴ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ ബില്ലടയ്ക്കാനെത്തിയവർക്ക് തിരികെ പോകേണ്ടി വന്നു. 500-ന്റെയും 1000-ന്റെയും പഴയ നോട്ടുകൾ സ്വീകരിക്കുന്ന അവസാന ദിനം തന്നെയാണ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതും. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ചെറുപുഴ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ ബില്ല് സ്വീകരിക്കുന്നത്. വൈദ്യുതി ഓഫീസുകളിൽ തിങ്കളാഴ്ച കൂടി മാത്രമേ പഴയ നോട്ടുകൾ സ്വീകരിക്കുകയുള്ളൂ എന്നിരിക്കെയാണ് വൈദ്യുതി ബോർഡിന്റെ ഈ ഇരുട്ടടി. 2ാം ശനിയാഴ്ച, ഞായറാഴ്ച എന്നീ അവധി ദിവസങ്ങൾക്കൊപ്പം തിങ്കളാഴ്ച കൂടി അവധിയായപ്പോൾ ജനങ്ങൾ ശരിക്കും വലയുകയായിരുന്നു. ഓഫീസിൽ ജീവനക്കാരന് സുഖമില്ലാതെ ആശുപത്രിയിലായതിനാലാണ് ബില്ല് സ്വീകരിക്കാത്തതെന്നും ചെറുപുഴ സെക്ഷൻ ഓഫീസിൽ ജീവനക്കാർ അധികമില്ലാത്തതും പഴയ നോട്ടുകൾ സ്വീകരിച്ച് ഉച്ചയ്ക്ക് തന്നെ ബാങ്കിൽ അടയ്ക്കേണ്ടതിനാലുമാണ് തങ്ങൾ പണം സ്വീകരിക്കാത്തതെന്നുമാണ് ബോർഡിന്റെ വിശദീകരണം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കണ്ടോത്ത് ജലസ്രോതസ്സുകളിൽ കല്യാണ വീട്ടിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും കൊണ്ടുവന്ന് തള്ളിയവരെ പിടികൂടി പിഴ ചുമത്തി. കഴിഞ്ഞ ദിവസം കല്യാണം നടന്ന തായ്നേരിയ വീട്ടിൽ നിന്നുമാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത്. DYFI പ്രവർത്തകരാണ് മാലിന്യം കൊണ്ട് തള്ളിയവരെ പിടികൂടിയത്. മൂരിക്കോവൽ തോട്ടിലും പങ്കടം തോട്ടിലും മുണ്ടവളപ്പ് തോട്ടിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റും പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി തള്ളിയത്. തോട്ടിൽ നിന്നും നായ്ക്കളും മറ്റും മാലിന്യം കടിച്ചു വലിച്ച് പ്രദേശത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. DYFI പ്രവർത്തകർ സംഘടിച്ച് മാലിന്യം കൊണ്ടുവന്ന കേന്ദ്രം അന്വേഷണം നടത്തി കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വിവാഹം നടന്ന തായ്നേരിയിലെ ഒരു വീട്ടിൽ നിന്നുമാണ് മാലിന്യം കൊണ്ട് തള്ളിയത്. മാലിന്യം എത്തിച്ച ഓട്ടോയും പിടികൂടി. ഇവരെ പയ്യന്നൂർ നഗരസഭാ ഓഫീസിൽ ഹാജരാക്കി പിഴ ചുമത്തുകയായിരുന്നു. ഇത് ഭാവിയിൽ ആവർത്തിക്കാത്ത നിലയിൽ നടപടി ഉണ്ടാവണമെന്നില്ല നിലക്കാന്ന് ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനെയും മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെയും കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയ സാധനങ്ങളുമായിട്ട് ഓട്ടോ സഹിതം പിടിച്ച് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നടപടി ഇനി ഇത് ആവർത്തിക്കാതെ ജലസ്രോതസ്സുകൾ തോട് വൃത്തികേടാക്കുന്ന രീതിയിൽ ഇനി ഇങ്ങനെ ഒരു കല്യാണ സ്ഥലത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കല്യാണ മാലിന്യമായാലും മറ്റു മാലിന്യങ്ങൾ വീട്ടിനകത്ത് തന്നെ സംസ്കരിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായി ഇത് എത്തിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും ജനങ്ങൾ കൈകാര്യം ചെയ്യാതെ നിയമസഭ ഇവിടുന്ന് തന്നെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഉണ്ടാവണമെന്നില്ല നിലക്കാതെ ഇവിടെ എത്തിച്ചിട്ടില്ല. പാവൽ, പടവലം, കക്കിരി തുടങ്ങിയ പച്ചക്കറികളിലെ പ്രധാന കീടമാണ് കായീച്ച. കായീച്ചയെ എങ്ങനെ നശിപ്പിക്കാം, ഇതിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? കൃഷി ഓഫീസർ റൂബി ജാനറ്റ് ജോണി സംസാരിക്കുന്നു. കാണാം സസ്യാരോഗ്യ പരിപാലനം. പാവലും പടവലം വെള്ളരി വർഗ്ഗങ്ങളിൽ കായീച്ച വളരെ വ്യാപകമായി കാണുന്നുണ്ട്. കായീച്ച എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നും അതിനെന്താ നമുക്ക് പ്രതിവിധി എന്നുള്ളതും നോക്കാം. ജൈവ കൃഷി അനുബന്ധിച്ച് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജൈവികമായ നിയന്ത്രണ മാർഗങ്ങൾ കായീച്ചയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നുണ്ട്. നമുക്ക് പാവക്ക, ഇതൊരു പാവൽ, അത് കായീച്ച കുത്തിയ പാവക്കായാണ് ഇത് കാണുന്നത്. അതിനകത്ത് കായീച്ച കുത്തിയിട്ട് പെണ്ണീച്ച ഈ കായിൻ്റെ ഈ കുത്തിയ പോർഷനിൽ കുത്തി മുട്ട ഇട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് പുഴുക്കളായി ഈ കായ പഴുത്ത് താഴെ വീഴുക ചെയ്യുന്നത്. അപ്പോൾ പെണ്ണീച്ച ഇതിനകത്ത് മുട്ടയിടുന്നു. മുട്ട കുറച്ച് നാൾ എടുത്ത് വിരിഞ്ഞ് പുഴുവായി അതിനെ അഴുകി അത് താഴെ വീഴും. അതിനുശേഷം ഈ താഴെ മണ്ണിലാണ് ഈ പുഴുവിൻ്റെ അടുത്ത ദിശ സമാധിയായി. അതിനുശേഷം മണ്ണാണ് അതിന് അനുയോജ്യമായ സ്ഥലം. അതിനുശേഷം അതിൽ നിന്ന് വീണ്ടും വിടർന്ന് വീണ്ടും ഈച്ചയായി വീണ്ടും. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഏതെങ്കിലും കാണുവാണെങ്കിൽ ആദ്യം പറിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അതിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് വേണ്ടത്. വെള്ളത്തിലോ വല്ലതും ഇട്ട് നശിപ്പിക്കുക, അല്ല തീയിട്ട് നശിപ്പിക്കുക. ഇതിനെ പറിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം നിരോധിക്കുക. പിന്നെ നമുക്ക് ഈ
ഈച്ചകൾക്ക് ഒരിക്കലും വേറെ കീടനാശിനി ഒന്നും പ്രയോഗിക്കാതെ തന്നെ കെണികൾ ഉപയോഗിക്കാം. അതിലൊന്നാണ് ഫെറമോൺ ട്രാപ്പ്, അല്ലെങ്കിൽ തുളസിക്കെണി, അല്ലെങ്കിൽ പഴക്കെണി. ഇതൊക്കെ ഉപയോഗിക്കാം. എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ തുളസി ഒരു നുള്ളെടുത്ത് നല്ലോണം അതിൻ്റെ ചാറെടുത്തതിന് ശേഷം ചിരട്ടയിലോ കുപ്പി മുറിച്ചിട്ട് അതിനകത്തോ വെക്കുക. അതിന് ഒരു നുള്ള് കീടനാശിനി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തുളസിയുടെ മണം കൊണ്ട് നമ്മുടെ അതിനകത്തേക്ക് വരും. എന്നിട്ട് ഇതിനകത്തൊരു ശർക്കരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഈച്ച ഇതിനകത്ത് പറ്റുമ്പോൾ ആ കെമിക്കൽ വെച്ചത് അതിന് നശിച്ചു പോകും. അങ്ങനത്തെ തുളസിക്കെണികൾ പലതും ഇവിടെ ഒരു സെൻറ്റിന് 15 സെൻറ്റിന് ഒന്നെന്നുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ പൂക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഫലവത്തായി നമുക്കിത് കൺട്രോൾ ചെയ്യാം. അതോടൊപ്പം ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഈ കാണുന്നത് ഫെറമോൺ കെണിയാണ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലുമൊക്കെ നമുക്കിത് കിട്ടും. ഈ കെണി വാങ്ങിച്ച് കെട്ടിത്തൂക്കിയാലും നമുക്ക് ആ ലെവലിൽ തൂക്കണം. ഈ കായ ഉണ്ടാകുന്ന ആ ലെവലിൽ ഇതിനെ കെട്ടിത്തൂക്കുക. 15 സെൻറ്റിന് ഒന്നെന്നുള്ള രീതിയിൽ കെട്ടിത്തൂക്കിയാൽ ഈ കെണികൾ ഈച്ച ഇതിനകത്ത് ട്രാപ്പാവും. നമുക്ക് ഒരു മരുന്നും തളിക്കാതെ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ പഴുത്ത് കാണുന്നതിന് തീർച്ചയായിട്ടും മണ്ണിലിടാതിരിക്കുക. അതിനെ കളക്ട് ചെയ്ത് കരിച്ചു കളയുകയോ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുകയോ ചെയ്ത് ആദ്യമേ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലവത്താണ്. നമ്മുടെ വീട്ടുമുറ്റത്താണ് ഒരു പാവലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച അതിനകത്ത് മുട്ടയിടില്ല. അങ്ങനെ ചെയ്യാം. അത് 1-2 പാവലുള്ളവർ, കൂടുതലുള്ളവർക്ക് ഇതുപോലുള്ള കെണികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഒരു തരത്തിലുള്ള കീടനാശിനിയും നമുക്ക് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ കെണിയോ പഴമാണെങ്കിൽ പാളയംകോടൻ മൈസൂർ പഴം തൊലി കളയാതെ മുറിച്ച് ചിരട്ടയിലിട്ടിട്ട് ഒരു നുള്ള് കീടനാശിനി കാർബോസൾഫാൻ കീടനാശിനി അതിലിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഈച്ച ഇതിനകത്ത് വരും. അത് നശിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചെടികൾക്കോ കായ്ക്കോ കീടനാശിനിയൊന്നും പ്രയോഗിക്കേണ്ട. അപ്പം ഇത് അനുവർത്തിക്കാവുന്നതാണ്. തൃക്കരിപ്പൂർ ജനകീയ പാലിയേറ്റീവ് സൊസൈറ്റിക്കു വേണ്ടി കിടപ്പിലായ രോഗികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് രോഗികൾക്ക് ഉപകരണങ്ങൾ നൽകിയത്. വിതരണം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കീഴിലെ ജനകീയ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി വാങ്ങിയ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പാലിയേറ്റീവ് കമ്മിറ്റിക്ക് കൈമാറി നിർവഹിച്ചു. നമുക്കറിയാം, രോഗങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു കാലമാണ്. നമ്മുടെയൊക്കെ മനസ്സ് രോഗാതുരമായ ഒരു മനസ്സാണ്. തൃക്കരിപ്പൂർ CS സെന്റർ നിങ്ങൾ കണ്ടുകാണും. തൊട്ടപ്പുറത്ത് മുഴുവക്കാല CS സെന്ററുണ്ട്. 24 രോഗികൾ അവിടെ ഇപ്പോൾ ഡയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. VK ബാവ, EV ദാമോദരൻ, അബ്ദുൾ അസീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതിയുടെ എരമംകുറ്റൂർ പഞ്ചായത്ത് തലത്തിന് മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ച് റീസൈക്ലിംഗ് യൂണിറ്റിന് കൈമാറുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. വീടുകളിൽ നിന്ന് കുട്ടികൾ പ്ലാസ്റ്റിക് ശേഖരിച്ച് കഴുകിയുണക്കി റീസൈക്കിൾ യൂണിറ്റിന് കൈമാറുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വലിയ രംഗം തന്നെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും
ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. കെ സുധാമണി, NP ഭാർഗവൻ, PN ശിവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭാര്യ മരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഭർത്താവും മരിച്ചു. ചെറുപുഴ ചുണ്ടവയലിലെ പൊന്നാരട്ട നാരായണൻ നമ്പ്യാർ, ഭാര്യ പയ്യൻവീട്ടിൽ ലക്ഷ്മിയമ്മ എന്നിവരാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത്. നാരായണൻ നമ്പ്യാർ വാർദ്ധക്യ സഹജമായ രോഗത്താൽ അത്യാസന്ന നിലയിൽ കിടപ്പിലായിരുന്നുവെങ്കിലും ലക്ഷ്മിയമ്മയ്ക്ക് യാതൊരുവിധ അസുഖവും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാത്രി 10 മണിയോടെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ലക്ഷ്മിയമ്മയെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പിന്നീട് പുലർച്ചെ 4 മണിയോടെയാണ് ഭർത്താവ് നാരായണൻ നമ്പ്യാരും മരിച്ചത്. ഇരുവരുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. മക്കൾ പരേതനായ ദാമോദരൻ, ജാനകിയമ്മ, ദേവകി, ബാലകൃഷ്ണൻ, സാവിത്രി എന്നിവരാണ്. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശുനിലത്ത് നെൽകൃഷി ഇറക്കൽ നടന്നു. കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കേരളം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കാർഷിക മേഖലയിൽ, അത് ഭക്ഷ്യ മേഖലയുണ്ട്, നാണ്യവിളകളുടെ മേഖലയുണ്ട്. ഉൽപാദനക്ഷമതയുമില്ല, ഉൽപാദനവുമില്ല, കുറഞ്ഞു വരികയാണ്. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജിലെ കാനം നോർത്ത് യൂണിറ്റിന്റെയും കാനം കർഷകശ്രീ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ആലപ്പടമ്പിലെ തരിശുവയൽ ഏറ്റെടുത്ത് നെൽകൃഷി ഇറക്കിയത്. ആലപ്പടമ്പ് കണ്ണങ്ങാടിനടുത്തുള്ള കപ്പുവ വയലിൽ 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. KV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. T വിജയൻ സ്വാഗതം പറഞ്ഞു. P ശശിധരൻ, KM ബാലകേശവൻ, PV ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് നേരിട്ട് പച്ചക്കറി കൃഷിയിലേക്ക്. 1 ഏക്കറോളം സ്ഥലത്താണ് പച്ചക്കറി തൈകൾ നട്ടത്. തികച്ചും ജൈവരീതിയിലായിരിക്കും കൃഷി നടത്തുക. ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്നാണ് കരിവെള്ളൂരിലെ പഴയ ലീന ടാക്കീസ് പരിസരത്ത് പച്ചക്കറി നട്ടത്. തികച്ചും ജൈവരീതിയിലാണ് കൃഷി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തക്കാളി, വഴുതിന, വെണ്ട, ചീര എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. തൈകളുടെ നടീൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് K നാരായണൻ നിർവഹിച്ചു. ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിലുപരി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉൽപാദന മേഖലയിൽ പ്രത്യേകമായ ഒരു പദ്ധതിയിലൂടെയാണ് ഈ ജൈവ കൃഷി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. സെക്രട്ടറി M ശശിമോഹനൻ അധ്യക്ഷത വഹിച്ചു. MV അപ്പുക്കുട്ടൻ, കാന ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉടുമ്പുന്തല മുസ്ലിം മുക്തരിബ് അസോസിയേഷൻ കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ഉടുമ്പുന്തല മുക്തരിബ് ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പിൽ നിരവധി പേർക്ക് ഉപകാരപ്രദമായി. ഉടുമ്പന്തല മുസ്ലിം മുക്തരിബ് അസോസിയേഷൻ കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും ഉടുമ്പുന്തല മുസ്ലിം മുക്തരിബ് ഓഫീസ് പരിസരത്ത് ഡോക്ടർ റാഫി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. യുവാവെന്ന നിലയിൽ വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ. ഒരുപാട് യുവ ബിസിനസ്മാൻമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പൈലറ്റുമാരൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇവരൊക്കെ കൂടിയാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ കളർഫുൾ ആക്കുന്നത്. പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ കണ്ണിനെ കുറിച്ചാണ്. ഏതായാലും കണ്ണിൻ്റെ ക്യാമ്പല്ല. പൊതുവേ എല്ലാവരും പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300-ലധികം രോഗികൾ ക്യാമ്പിൽ രോഗനിർണയം നടത്തി. ഡോക്ടർ റെജിൻ, MA സുലൈമാൻ, VP ഫറൂഖ്, ലത്തീഫ് മാസ്റ്റർ, മുഹമ്മദ് കുഞ്ഞി, സിറാജി MK, ഷഫീഖ് VP തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പയ്യന്നൂർ നഗരസഭ 18-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷം പയ്യന്നൂർ ലൈബ്രറി ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊരു വാർഡിലെ കുടുംബശ്രീ വാർഷികത്തിൽ ഒരു ക്ലാസ് ക്ലാസ് ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടു. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വീട്ടിലെ വൈദ്യുതി ബില്ല്. പയ്യന്നൂർ ലൈബ്രറി ഹാളിൽ നടന്ന കുടുംബശ്രീ ADS വാർഷികത്തോടനുബന്ധിച്ച് കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. ശ്രീജ K അധ്യക്ഷത വഹിച്ചു. PV ലക്ഷ്മണൻ ജൈവ പച്ചക്കറി കൃഷി ക്ലാസ് എടുത്തു. രജിത TV, കവിത K, ലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോറോം ദേവീ സഹായം UP സ്കൂളിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു. തുടർച്ചയായി 30-ാം വർഷമാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. കോറോം പുല്ലേരി വാദ്യാരില്ലക്കുളത്തിലാണ് നീന്തൽ പരിശീലനം നടന്നുവരുന്നത്.
സ്കൂളിലെ സ്കൗട്ട് ഗൈഡ്സ് ഗ്രൂപ്പിനായിരുന്നു ആദ്യം പരിശീലനം നൽകിയത്. പിന്നീട് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പരിശീലനം നൽകി വരുന്നു. രാവിലെ 6:30 മുതൽ 8 മണി വരെയാണ് പരിശീലനം. ഈ വർഷം 65 കുട്ടികൾ പരിശീലനം നടത്തുന്നു. കണ്ടോത്തെ പി ലക്ഷ്മണനാണ് പരിശീലകൻ. മുൻ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ, ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ വിജയൻ മാസ്റ്റർ, ഉഷ ടീച്ചർ എന്നിവർ സഹപരിശീലകരായി ഉണ്ട്. രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തവും ഈ നീന്തൽ പരിശീലനത്തിലുണ്ട്. നീന്തൽ പരിശീലനത്തിന്റെ സമാപന പരിപാടി നവംബർ 18-ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭയിൽ നിന്നും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നവംബർ 19-ന് 5 മണിക്ക് മുൻപായി ആധാർ നമ്പറും നിശ്ചിത മാതൃകയിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലവും നഗരസഭാ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തലവരിപ്പണം നിയന്ത്രിക്കാൻ വിജിലൻസിന്റെ പുതിയ പദ്ധതി വരുന്നു. എഡ്യു വിജയ്. ഈ പദ്ധതി കൊണ്ട് തലവരിപ്പണത്തെ നിയന്ത്രിക്കാനാകുമോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരു നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തിരുന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുമ്പൊക്കെ പണമുള്ളവർക്ക് ഏത് കോളേജിലും പോയി പഠിക്കാം, ലക്ഷക്കണക്കിന് കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ 50% മെറിറ്റ് സീറ്റിൽ ചെറിയ ഫീസിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ മെറിറ്റ് സീറ്റ് അല്ലാതെ അല്പം പൈസ കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അതുകൊണ്ട് കൂടുതൽ പേർക്കും സാധാരണക്കാർക്ക് ചെറിയ വരുമാനമുള്ളവർക്ക് നല്ല മാർക്കിൽ അവർക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് ഈ സർക്കാരാണ്. അത് എത്ര എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. അത്രയും നല്ലൊരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാച്ചാജിയുടെ ഓർമ്മയിൽ ശിശുദിനാഘോഷം. വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ശിശുദിന റാലികളും. കുഞ്ഞിമംഗലത്ത് നിന്നും കാണാതായ വിദ്യയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെ പുളിയക്കോട്ട് പുഴയിലാണ് അഴുകിയ നിലയിൽ കണ്ടത്. സ്വകാര്യ ബസ്സുകളിൽ പോലീസുകാർക്ക് ഇനി സൗജന്യ യാത്രയില്ല. ചൊവ്വാഴ്ച മുതൽ സൗജന്യ യാത്ര ഒഴിവാക്കാൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. നവംബർ 14 ആഗോള പ്രമേഹ ദിനം. ആരോഗ്യകരമായ ഭാവിയെ ഓർമ്മിപ്പിച്ച് ബോധവൽക്കരണ പരിപാടികൾ. രാജഗിരിയിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.